1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരമെഴുതുക. 1 മാർക്ക് വീതം. ആദ്യത്തെ ചോദ്യം: കറുത്ത പരുത്ത മൺചുമരുകളും പുല്ലുമേഞ്ഞ മേൽപ്പുരയുമുള്ള ഒരെളിയ പർണശാല എന്ന് എഴുത്തുകാരൻ വിശേഷിപ്പിക്കുന്നത് ശ്രീനികേതനത്തെ, സംഗീതഭവനത്തെ, കലാഭവനത്തെ, മ്യൂസിയത്തെ? ശരി ഉത്തരം കലാഭവനത്തെ. രണ്ടാമത്തെ ചോദ്യം: കൂട്ടത്തിൽ പെടാത്തത് ഏത്? പുകക്കുഴൽ, പുക കുഴൽ, മണൽ കൂന, മണൽ കൂന, അകലെ അകലെ, അകലെ അകലെ, കുലുങ്ങി കുലുങ്ങി, കുലുങ്ങി കുലുങ്ങി? ശരി ഉത്തരം അകലെ അകലെ, അകലെ അകലെ. മൂന്നാമത്തെ ചോദ്യം: അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ പറക്കുന്ന അപ്പൂപ്പൻ താടിയുടെ ശ്രമം ധീരമായി മാറുന്നതിന് കാരണം? വലിയ തണൽമരമായി മാറുന്നതുകൊണ്ട്, സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുന്നതുകൊണ്ട്, വിത്തിനെയും കൊണ്ട് പറക്കുന്നതുകൊണ്ട്, പക്ഷിയല്ലെങ്കിലും പറക്കുന്നതുകൊണ്ട്? ശരി ഉത്തരം സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുന്നതുകൊണ്ട്. നാലാമത്തെ ചോദ്യം: അർബാബ്, എൻ്റെ ഉമ്മ തന്നയച്ച മീനച്ചാർ, എൻ്റെ സൈനുവിൻ്റെ നാരങ്ങ അച്ചാർ, എൻ്റെ ചങ്കു പൊള്ളിപ്പോയി. ചങ്കു പൊള്ളിപ്പോയി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്ന മാനസികാവസ്ഥ? ജീവിതത്തെക്കുറിച്ചുള്ള നിരാശ, ഹൃദയമിടിപ്പ് കൂടിയത്, മനസ്സ് അസ്വസ്ഥമായത്, മനസ്സിനേറ്റ ആഘാതം? ശരി ഉത്തരം മനസ്സിനേറ്റ ആഘാതം. അഞ്ചാമത്തെ ചോദ്യം: കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞു കുഴിഞ്ഞും ചേടിമണ്ണ് മൂടിയും കിടക്കുന്ന ജരാനര ബാധിച്ച പടുകിഴവൻ പാത അടിവരയിട്ട ഭാഗം സൂചിപ്പിക്കുന്ന ആശയമെന്ത്? കാളവണ്ടി മാത്രം ഓടുന്ന പാത, കുന്നും കുഴിയും നിറഞ്ഞ പാത, കാലപ്പഴക്കം ചെന്ന പഴയൊരു പാത, പ്രശാന്തമായ പാത? ശരി ഉത്തരം കാലപ്പഴക്കം ചെന്ന പഴയൊരു പാത. 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2-3 വാക്യങ്ങളിൽ ഉത്തരമെഴുതുക. 2 മാർക്ക് വീതം. ആറാമത്തെ ചോദ്യം: നീളൻ പാതകൾ നഗരം വിട്ടൊഴിയുന്നത് ഞാൻ അറിഞ്ഞു. നഗരവും കടന്ന് തങ്ങളുടെ വാഹനം സഞ്ചരിക്കുന്നത് നജീബ് തിരിച്ചറിഞ്ഞതെങ്ങനെ? ഉത്തരം നഗരത്തിൻ്റെ പ്രഭാപൂരം അസ്തമിച്ചു. അവരെ കടന്നുപോയിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞു. വെളിച്ചമെന്നത് തെരുവിൽ തെളിയുന്ന നിയോൺ വെളിച്ചം മാത്രമായി. ഏഴാമത്തെ ചോദ്യം: അപ്പൂപ്പൻ താടി സ്മാരകമായി മാറുന്നതെങ്ങനെ? അപ്പൂപ്പൻ താടി ചെന്നു വീഴുന്നിടത്ത് പുതിയൊരു മരമായി വളർന്നു വന്ന് അതിൽ നിന്ന് നിരവധി അപ്പൂപ്പൻ താടികൾ ഉണ്ടാകുന്നു. അങ്ങനെ കാലത്തെ അതിജീവിച്ച് സ്മാരകമായി മാറുന്നു. എട്ടാമത്തെ ചോദ്യം: അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കുക. അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എൻ്റേതായി മാറിയതുപോലെ? ഉത്തരം അന്യരായ മനുഷ്യരുമായി ഇടപഴകി, അപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എൻ്റേതായി മാറിയതുപോലെ. 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക. 4 മാർക്ക് വീതം. 9ാമത്തെ ചോദ്യം: ഇവിടത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല, അനുഭവിക്കുക തന്നെ ചെയ്യുന്നു. ബംഗാളിലെ കാഴ്ചകൾ എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഉള്ളിൽ സ്വന്തം നാടിൻ്റെ ഓർമ്മകൾ ഉണർത്തിയതിൻ്റെ കാരണമെന്ത്? സൂചനകൾ: തെങ്ങുകളും താലവൃക്ഷങ്ങളും തല ഉയർത്തി നിൽക്കുന്ന പറമ്പുകൾ, മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ, പച്ചക്കറി വളപ്പുകൾ, പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ. ഈ സൂചനകളൊക്കെ വികസിപ്പിച്ചുകൊണ്ടുള്ള കുറിപ്പ് തയ്യാറാക്കുക. 10ാമത്തെ ചോദ്യം: അപ്പൂപ്പൻ താടിയുടെ യാത്രയെ മഹത്തായ ജീവിതയാത്രയായി ആവിഷ്കരിച്ചിരിക്കുന്നതിൻ്റെ ഔചിത്യമെന്ത്? സൂചനകൾ: വിത്തിനെയും കൊണ്ട് പറക്കുന്നു, ചിറകില്ലാഞ്ഞിട്ടും പക്ഷിയല്ലാതിരുന്നിട്ടും പറക്കുന്നു, വീണു പോകുന്നിടത്ത് ഒരു സ്മാരകമായി ഉയർന്നു വരുന്നു. ഈ സൂചനകളെല്ലാം വികസിപ്പിച്ചുകൊണ്ടാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. 11ാമത്തെ ചോദ്യം: ഞാൻ മോഹിച്ച തരം, ഞാൻ സ്വപ്നം കണ്ട തരം ഒരു ഗൾഫിലേക്കല്ല എൻ്റെ ഈ യാത്ര നീളുന്നത് എന്നൊരു തോന്നൽ. വെറുതെ ഒരു തോന്നൽ. ഇങ്ങനെ ഒരു തോന്നലിനിടയാക്കിയ എന്തെല്ലാം അനുഭവങ്ങളാണ്
നജീബിന് ഉണ്ടായത്. പാഠഭാഗം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. സൂചനകൾ: അർബാബിൻ്റെ പെരുമാറ്റം, വണ്ടിയുടെ സ്വഭാവം, കടന്നുപോകുന്ന വഴികളുടെ സ്വഭാവം, ഇവയെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക. 12ാമത്തെ ചോദ്യം: നമുക്ക് ശാന്തിനികേതനത്തിലേക്ക് പതുക്കെ യാത്ര തുടരാം. പാതയുടെ ഇരുപാടും കണ്ണെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങളിൽ നിന്ന് അത്താഴമൊരുക്കുന്നതിൻ്റെ പുക നേരിയ ചുരുളുകളായി മേഘപാതയില്ലാത്ത മാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. എസ്.കെ. പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണത്തിൻ്റെ സവിശേഷതകൾ ശാന്തിനികേതനം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി വിലയിരുത്തുക. സൂചനകൾ: വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നതുപോലെയുള്ള അവതരണ രീതി, വാക്കുകൾ കൊണ്ട് ചിത്രം വരച്ചതുപോലുള്ള വിവരണങ്ങൾ, നേരിട്ട് കാണുന്ന പ്രതീതി വായനക്കാരൻ ഉളവാക്കുന്നു തുടങ്ങിയവയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക. 13ാമത്തെ ചോദ്യം: നിങ്ങൾ നടത്തിയ ഒരു യാത്രാനുഭവം സുഹൃത്തിനെ അറിയിക്കുന്നതിനുള്ള ഒരു കത്ത് തയ്യാറാക്കുക. ഉത്തരത്തിന് കത്തിൻ്റെ ഘടനയുണ്ടായിരിക്കണം. പിന്നെ വിവരിക്കുന്ന സ്ഥലം, അതിൻ്റെ പ്രത്യേകതകൾ എന്നിവ വിവരിക്കണം. ഉചിതമായ ഭാഷയിൽ കത്ത് തയ്യാറാക്കേണ്ടതാണ്. 14ാമത്തെ ചോദ്യം: എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം. സോക്രട്ടീസ്. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. വീരാൻകുട്ടി. സോക്രട്ടീസിന്റെ വാക്കുകളും കവിതാഭാഗവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സോക്രട്ടീസിന്റെ വാക്കുകളുടെ പൊരുൾ, വീരാൻകുട്ടിയുടെ വാക്കുകളുടെ പൊരുൾ, ആശയത്തിലെ സമാനത, ഇവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. 15 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 6 മാർക്ക് വീതം. 15ാമത്തെ ചോദ്യം: ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ലളിതം. പി രാമചന്ദ്രൻ. ഈ വരികളിലെ ആശയം കൂടി പരിഗണിച്ച് സ്മാരകം എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. കവിതയുടെ ആശയം, പ്രയോഗഭംഗി എല്ലാം ഉചിതമായ ഭാഷയിൽ അവതരിപ്പിക്കുക. 16ാമത്തെ ചോദ്യം: ആടുജീവിതത്തെ മുൻനിർത്തി പ്രവാസികളുടെ ജീവിത പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രസംഗം തയ്യാറാക്കുക. തയ്യാറാക്കുമ്പോൾ പ്രസംഗത്തിൻ്റെ ഘടന, ഉള്ളടക്കം എന്നിവ ഉചിതമായ ഭാഷയിൽ അവതരിപ്പിക്കുക. 17ാമത്തെ ചോദ്യം: ലോകത്തെവിടെയും കേരളത്തെ കാണുന്ന സഞ്ചാരിയാണ് എസ്.കെ. പൊറ്റക്കാട്. ശാന്തിനികേതനം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ഈ പ്രസ്താവന വിലയിരുത്തുക. ബംഗാളിലെ ഭൂപ്രകൃതി കേരളത്തിലേതുപോലെയാണ് എന്ന് പറയുന്നതും അതിൻ്റെ കാരണങ്ങളും വിശദീകരിച്ച് കുറിപ്പ് തയ്യാറാക്കുക.